ഇതൊരു ഫാസ്റ്റ് ചാർജറാണ് റിയൽമിയുടെ. ഇതാണെങ്കിൽ ഒരു തവണ ഞാൻ റെഡിയാക്കിയതാണ്. ഇതിൻ്റെ ശരിക്കുള്ള കോഡ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോഡാണെങ്കിൽ അവൈലബിൾ അല്ല. സർവീസ് സെൻ്ററിൽ ചോദിച്ചപ്പോൾ അവിടെ അവൈലബിൾ അല്ല, സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ചാർജ് ചെയ്യണം, ഫാസ്റ്റ് ചാർജ് വർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്കൊരു പുതിയ കേബിൾ വാങ്ങിച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ കോഡ് നമ്മൾ ഇത് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അല്ല തന്നെ കൊടുക്കുക. പക്ഷേ ഇതിൽ ഫാസ്റ്റ് ചാർജ് വർക്ക് ചെയ്യണില്ല. നമുക്കിപ്പം മറ്റേ കോഡ് തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ശരിക്കും ഇതിൽ കണക്ഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു നോർമൽ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ കോഡ് സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നമുക്കിതിൽ കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. കുറച്ച് നാളായി സോൾഡറിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് പൊതുവേ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഫീൽഡൊക്കെ ചെറിയ വ്യത്യാസമായതുകൊണ്ട് വർക്ക് കുറവാണ്. നോക്കാം. വർക്ക് എടുത്തപ്പോഴാണ് സംഭവം മൾട്ടിമീറ്റർ ടാസ്ക് ആയിട്ടിരിക്കുന്നത്. മൾട്ടിമീറ്റർ ആണെങ്കിൽ കുറേ നാളായിട്ട് എടുക്കാത്തതുകൊണ്ട് വർക്കും ചെയ്യണില്ല. അന്ന് നല്ലൊരെണ്ണം ഓൺലൈനിൽ വാങ്ങിച്ചതാണ്, അത് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ആദ്യം അതൊന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക്. അതൊന്ന് റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് വരാം. കുറേ നാളായി ഇത് യൂസ് ചെയ്തിട്ട് കേട്ടോ. അത് കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ ക്ലാവൊക്കെ കയറിയിട്ട് കണക്ഷനൊക്കെ മൊത്തം പ്രശ്നമായിട്ടിരിക്കണം. കപ്പാസിറ്ററൊക്കെ ഒത്തിരി നാളായി യൂസ് ചെയ്തിട്ട്, ടൈം കിട്ടുന്നില്ല. എല്ലാവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ചെയ്യും, അവരെ കൊടുത്ത് ചെയ്യിക്കും. അതാ, വേറെ പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. ഡിസ്പ്ലേയുടെ കണക്ഷൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ ആയി. ഇനി നമുക്കിതിൻ്റെ വയറിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനത് മെയിനായിട്ട് റെഡിയാക്കിയത്, അല്ലാണ്ട് പണി നടക്കത്തില്ല. ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒരു എളുപ്പമുള്ളൂ. കുറച്ച് നാളായി സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട്, അത് കാരണം ഒരു ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് റെഡിയാക്കാം. അങ്ങനെ എൻ്റെ മൾട്ടിമീറ്റർ റെഡിയായി. ഇനി കുറച്ച് കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കണം. അത്യാവശ്യം വർക്കിംഗ് ആണ്, കുഴപ്പമില്ല. പയ്യെ ഓക്കെ ആയിട്ടുണ്ട്. മോഡൊക്കെ മാറുന്നുണ്ട്, കണ്ടിന്യൂറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഓരോ വയറിൻ്റെയൊക്കെ ഒരു ഗ്രൗണ്ടൊക്കെ ഒന്ന് കണ്ടുപിടിച്ചൊന്ന് ക്ലിയർ ചെയ്യാം. കുറേ നാളായത് റെഡിയാക്കിയിട്ടേ, പിന്നെ അതിന് ശേഷം ഇപ്പോഴത് കംപ്ലൈൻ്റ് ആവണം. ഇതിൽ പുതിയ കേബിളിൽ കുറച്ച് കണക്ഷനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വേറൊരു ഫാസ്റ്റ് ചാർജ് കേബിൾ ഓൾറെഡി ഉണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ആദ്യം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്, പക്ഷേ അതിനകത്ത് ലെങ്ത് കുറവാണ്. അത് കാരണമാണ് ഞാൻ പിന്നെ ഒരു പുതിയ ഫാസ്റ്റ് ചാർജറിൻ്റെ കേബിൾ വാങ്ങിച്ചത്. പക്ഷേ അതിൽ കണക്ഷന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ശരിക്ക് 5ഉം 6ഉം കണക്ഷൻ വരുന്നതൊക്കെയാണ്. ഇതൊരു 20 വാട്ട് ചാർജറാണ് സംഭവം. അപ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ട്രൈ ചെയ്യാം. മുട്ടുപിൻ തുറക്കപ്പെടും എന്നാണല്ലോ. നോക്കട്ടെ. ഇതൊക്കെ ഇങ്ങോട്ട് പിരിച്ച് പൊട്ടിപ്പോണെന്തോ. കുഴപ്പമില്ല, ഒരുവിധം ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ. കണക്ഷനൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പുതിയ കൊണ്ടുവന്ന കോഡാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതിൽ ചാർജിങ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, കണക്ഷൻ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അഥവാ ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ നമ്മുടെ ആ കേബിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ കേബിള് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചാർജിങ് വർക്ക് ആവണുണ്ട്. ഡണ്ണാണ്. ഫാസ്റ്റ് ചാർജിങ് നോക്കട്ടെ. വെയിറ്റ്. കണക്ഷൻ ചെറിയ പ്രശ്നമാണ് കേട്ടോ. നോക്കട്ടെ. ഒട്ടും ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. ഫോണിനകത്ത് ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കും.
റിയൽമിയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സക്സസ് ആവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ കുത്തിയിടണം, എന്നാലേ ചാർജ് കയറത്തു. ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ അത്യാവശ്യം പക്ക വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. MAയുടെ കേബിള് റിയൽമിയുടെ ഫാസ്റ്റ് ചാർജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. സെറ്റാണ്. ഇനി ഈ കണക്ഷനൊക്കെ ഒന്ന് റീവർക്ക് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് കൊടുക്കുക. എന്തായാലും രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാതെ ആകെ പെട്ടേനെ. അപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ചാർജറിൻ്റെ കണക്ഷനൊക്കെ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേപ്പ് ചെയ്തെടുക്കണം. ടേപ്പ് ചെയ്തെടുത്ത് കഴിയുമ്പം ഓക്കെ ആവും. ശരിക്കും ഇൻസുലേഷൻ ടേപ്പ് കേട്ടോ. ഇൻസുലേഷൻ ടേപ്പ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം അത്യാവശ്യമായതുകൊണ്ട് ഞാൻ പിന്നെ സെലോ ടേപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, കട്ടിയുള്ളതാണ്, കുഴപ്പമില്ല. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ, ഡൺ. ഫാസ്റ്റ് ചാർജർ വർക്കിംഗ് ആണ് കേട്ടോ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് കറക്റ്റാണ്, കുഴപ്പമില്ല. വ്യത്യാസമുണ്ട്, 1 നിന്ന് 3 ആയി പെട്ടെന്ന് കേട്ടോ. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ 3%, 4% ആയിട്ടുണ്ട്. ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ഓക്കെ ആണ് കേട്ടോ. നമ്മുടെ ചാർജർ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റ് ചാർജർ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.